ഇപ്പോൾ തിരിച്ചെത്താം. ഗായിക പുഷ്പവതി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഇന്നലെ പുഷ്പവതിയാണ് ആ വേദിയിൽ എഴുന്നേറ്റ് നിന്ന് പ്രതികരിച്ചത് ഈ വിഷയത്തിൽ. ശ്രീമതി പുഷ്പവതി, ഇപ്പോൾ ഏതായാലും അടൂർ ഗോപാലകൃഷ്ണനെതിരെ പരാതി വന്നിട്ടുണ്ട്. ആ വേദിയിൽ എഴുന്നേറ്റ് നിന്ന് പ്രതികരിച്ചത് താങ്കളാണ്. ഈ ഒരു പ്രസ്താവന പല രീതിയിൽ വായിക്കണം എന്നാണ് തോന്നുന്നത്. അതൊരു SC/ST അധിക്ഷേപമാണ്. അതിനൊപ്പം സ്ത്രീവിരുദ്ധത വലിയ തോതിലുണ്ട് ആ പ്രസ്താവനയിൽ എന്നുള്ളതാണ്. ഏതായാലും അവിടെ എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിക്കാനുള്ള ആ തീരുമാനത്തെ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. എങ്ങനെയാണ് ആ പ്രസ്താവനയെ നമ്മൾ കൂടുതലായി വായിച്ചെടുക്കേണ്ടത് പുഷ്പവതി? ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ട സമയത്ത് പറയണം എന്നുള്ളതാണ്. നമുക്ക് പറയാനുള്ള വിഷയങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ടി വരും. പ്രത്യേകിച്ച് അത് SC/ST വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് പ്രതിഷേധിക്കേണ്ടി വന്നത്. കാരണം നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മനുഷ്യര് അവരുടെ സ്വപ്നങ്ങളാണ് സിനിമ നിർമ്മിക്കുക എന്നുള്ളത്. അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ട്. കാരണം അവരുടെ അപ്പനപ്പൂപ്പന്മാരെല്ലാം അധ്വാനിച്ചത് കവർന്നെടുത്ത ഒരു വിഭാഗമുണ്ട് ഈ രാജ്യത്ത്. അവർക്ക് അതുകൊണ്ട് തന്നെ ഭൂമിയില്ലാത്തവരും പിന്നെ സമ്പാദ്യമില്ലാത്തവരുമാണ് ഇവിടുത്തെ ദളിതരായിട്ടുള്ള മനുഷ്യര്. അങ്ങനെയുള്ള പിന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹത്തിന് ഇടതുപക്ഷ ഇടതുപക്ഷ സർക്കാർ നൽകുന്ന ഒരു സഹായം അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സഹായം ചെയ്യുന്നത്. അതിനെ നിർമ്മിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വിരോധമില്ല, അദ്ദേഹത്തിനോട് ബഹുമാനമേ ഉള്ളൂ. പക്ഷേ നമ്മൾ എപ്പോഴും ആശയപരമായിട്ടുള്ള വിയോജിപ്പുകളാണ് രേഖപ്പെടുത്തുന്നത്, അല്ലാതെ വ്യക്തിപരമല്ല ഒന്നും. തീർച്ചയായും അടൂരിനെ പോലെ ഒരു സംവിധായകൻ, ലോക സിനിമയ്ക്ക് മലയാള സിനിമ എന്ന് കാണിച്ചു കൊടുത്ത ഒരു സംവിധായകന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടാകുമ്പോൾ അത് കേരളത്തിലെ തന്നെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ കുറിച്ചൊന്നും യാതൊരുവിധ ധാരണയുമില്ലാത്ത ഒരാളെ പോലെ അദ്ദേഹം സംസാരിക്കുന്നു എന്നുള്ളതാണ് വലിയ സങ്കടകരം, അല്ലേ പുഷ്പവതി? ഈ ദളിത് സമൂഹത്തിൽ നിന്ന് വരുന്ന സിനിമകൾക്ക് ദളിതുകളുടെ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു പിന്നെ ഇവിടെ പല വലിയ സംവിധായകരും ഉണ്ടായിട്ടുണ്ട്. ദളിത് വിഷയങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ള സിനിമകൾ ഉണ്ടാവണ്ടേ ഈ സമൂഹത്തില്? അത് പ്രശ്നവൽക്കരിക്കണ്ടേ? അപ്പൊ അത്തരത്തിലുള്ള സിനിമകള് ഇപ്പൊ ഓരോരുത്തരുടെ കണ്ണുകളിൽ കൂടി കാണുന്ന കാഴ്ചകൾക്ക് വ്യത്യാസമുണ്ട്. ദളിതുകൾ കാണുന്ന ജീവിത പരിസരമായിരിക്കില്ല മറ്റുള്ളവർ കാണുന്നത്. ഇപ്പോൾ മന്ത്രി VN വാസവൻ പറഞ്ഞിരിക്കുന്നത് ആ പ്രസ്താവനയെ വിവാദമാക്കി അങ്ങനെ വളച്ചൊടിക്കേണ്ട, അദ്ദേഹം അങ്ങനെ ദുരുദ്ദേശപരമായി ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ്. നിഷ്കളങ്കമായി കാണാൻ കഴിയുമോ അടൂരിന്റെ പ്രസ്താവനയെ? ഇല്ല, അത് കണ്ടീഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മനോനിലയാണ്. ഇത് അദ്ദേഹത്തിന്റെ മാത്രം മനോനിലയല്ല, ഒരു വിഭാഗത്തിന്റെ മനോനിലയാണ്. അത് തിരുത്തപ്പെടേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് പ്രതികരിക്കേണ്ടി വന്നത്. കൃത്യമായ പ്രതികരണം പുഷ്പവതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. തുടർന്ന് ഈ വിഷയത്തിൽ മറ്റെന്തെങ്കിലും പരാതിക്കോ മറ്റോ പോകുന്നുണ്ടോ പുഷ്പവതി? ഇല്ല, ഞാൻ എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു ചർച്ച ഉണ്ടായത് തന്നെ. അപ്പോ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇനി മറ്റുള്ള കാര്യങ്ങൾ ആ വിഷയത്തിൽ ഞാൻ കിടക്കുന്നില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് അതിനൊരു താല്പര്യമില്ല. ഞാനൊരു പെർഫോമിംഗ് ആർട്ടിസ്റ്റാണ്. എനിക്ക് സംഗീതമാണ് എന്റെ ജീവിതം. അപ്പൊ എനിക്ക് പാട്ട് പാടി ജീവിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു തൊഴില്. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ കഴിഞ്ഞു. നന്ദി പുഷ്പവതി ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. പുഷ്പവതിയാണ് ഇന്നലെ ആ വേദിയിൽ എഴുന്നേറ്റ് നിന്ന് ഈ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിച്ചത്.